യെശയ്യാപ്രവചനം 51-ാം അധ്യായം എടുക്കാം. 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 51-ന്റെ 1-2 വാക്യങ്ങൾ. നമുക്ക് ഇന്നൊരു ദൂത് കർത്താവ് നൽകിയത് ഞാൻ പങ്കുവെക്കട്ടെ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. 2 തലങ്ങളിലാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. ഒന്ന്, ഈ ഭൂമിയിലെ എല്ലാ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും അബ്രഹാമിന് ലഭിച്ചു. അപ്പോൾ തന്നെ അബ്രഹാമിന് വരുവാനുള്ള ലോകത്തിൻ്റെ നിത്യതയുടെ അനുഗ്രഹങ്ങളും അബ്രഹാമിന് ലഭിച്ചു. ദൈവം അവനെ വിളിച്ചു, വേർതിരിച്ചു, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. അബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല, ഇത് എന്ത് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് കൂടിയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമാണ്. അബ്രഹാമിൻ്റെ നീതി നിങ്ങളുടെ നീതിയാണ്. അബ്രഹാമിൻ്റെ പ്രത്യാശ നിങ്ങളുടെ പ്രത്യാശയാണ്. സ്തോത്രം. ഏത് ദൈവത്തിനും ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ വേണം. സ്തോത്രം. ഒന്ന്, വിശ്വാസം, നീതി, പ്രത്യാശ. സ്തോത്രം. കാരണം ഈ കാര്യങ്ങളാണ് നിങ്ങളെ ആത്മീയ അനുഭവങ്ങളിൽ നിലനിർത്തുന്നത്. സ്തോത്രം. ബാക്കി എന്ത് കാര്യങ്ങളും നമ്മളെ ആത്മീയ അനുഭവങ്ങളിൽ നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. വളരെ വിശ്വാസി വളരെ സീരിയസ് ആയി കാണുന്ന പ്രിയമുള്ളവരോടാണ് ഞാൻ ദൂത് പറയുമ്പോൾ, പ്രിയമുള്ളവർ, അബ്രഹാം എങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ടു, എങ്ങനെ മുൻപോട്ട് വന്നു, ഒത്തിരി പ്രാവശ്യം പലപ്പോഴൊക്കെ കേട്ട ദൂതുകളായിരിക്കും. പക്ഷേ അവിടെ കഴിഞ്ഞ നാളൊക്കെ പറയാത്ത ചില കാര്യങ്ങൾ പറയുവാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. നിങ്ങളുടെ തുടക്കം നോക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടുന്ന് നിങ്ങൾ ആരംഭിച്ചു എന്ന് നോക്കണം നിങ്ങൾ പറഞ്ഞു. സ്തോത്രം. ഉടനെ ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ, ഇസ്രായേലിനെ ബാബേലിൽ നിന്ന് പ്രവാസത്തിലേക്ക് മടക്കി വരുത്തുന്ന കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തിച്ച്, പേർഷ്യൻ രാജാവായ കോരേശിൻ്റെ മനസ്സിനെ ഉണർത്തിച്ച് ഇസ്രായേൽ ജനത്തെ മടക്കി വരുത്തുവാൻ, യഹൂദ പ്രവാസികളെ മടക്കി വരുത്തുവാൻ ദൈവാത്മാവ് യെശയ്യാവിൽ കൊണ്ട് ദൂത് കൊടുത്തപ്പോൾ ജനത്തെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു ദൂതാണ് ഇവിടെ പറഞ്ഞത്. എപ്പോഴും വീഴ്ച സംഭവിച്ച, പരാജയം സംഭവിച്ച, തകർച്ച സംഭവിച്ച ജനത്തിന് ദൈവം ആശ്വസിപ്പിക്കുന്ന ദൂത് നൽകും. അതാണ് പ്രവചന ദൂതുകളൊക്കെ സിയോനെ ആശ്വസിപ്പിക്കുവാൻ. സ്തോത്രം. യെശയ്യാപ്രവചനത്തിലൊക്കെ വാഗ്ദത്ത മശിയെക്കുറിച്ച് ദൂത് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ പുത്രനെ അയക്കുന്നത്, ഞാൻ അഭിഷക്തനെ അയക്കുന്നത് വെണ്ണീറിന് പകരം കൂടുതൽ വെണ്ണീർ നൽകാനല്ല, ദുഃഖത്തിന് പകരം കൂടുതൽ ദുഃഖം നൽകാനല്ല. സ്തോത്രം. വിലാപങ്ങളെ പകരം വീണ്ടും അധികം വിലാപങ്ങൾ നൽകുവാനല്ല. സ്തോത്രം. വിലാപങ്ങളെ നൃത്തമാക്കുന്ന, ആനന്ദ തൈലമാക്കുന്ന, വെണ്ണീറിന് പകരം അലങ്കാര മാല അണിയിക്കുന്ന, വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ അണിയിക്കുന്ന, പ്രതികാരത്തിന് പകരം പ്രസാദവർഷം പ്രസംഗിക്കുന്ന പ്രസാദവർഷം. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഫേവർ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ഫേവറിൽ ജീവിക്കണം. ഞാൻ ഈ ദിവസത്തിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ടൈമിൽ നമ്മൾ ആ സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ സ്തോത്രം ആരോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മമണ്ഡലങ്ങളിൽ സമാധാനമുണ്ടോ? സമാധാനം കേവലം സ്തോത്രം പണം ഉണ്ടാകുന്നതിൻ്റെയോ ബാങ്കിൽ ഡിപ്പോസിറ്റ് കൂടിയതിൻ്റെയോ അല്ലെങ്കിൽ സ്തോത്രം വീടിൻ്റെ വലിപ്പത്തിൻ്റെയോ ഒന്നും അല്ല സമാധാനം പറഞ്ഞത്. നിങ്ങൾക്ക് സകല ബുദ്ധി കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിലുണ്ടോ? ലോകത്തിൽ ഒരു വിഷയങ്ങൾ നിങ്ങൾ ബാധിക്കാതെ സ്തോത്രം സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുന്ന, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിച്ച് പോകുന്നു എന്ന് അറിയിച്ചത് കർത്താവ് നൽകിയ ആ സ്തോത്രം, എറ്റേണൽ പീസ് നിങ്ങളുടെ മേലുണ്ടോ? സ്വർഗീയ സമാധാനം നിങ്ങളുടെ മേലുണ്ടോ? സ്തോത്രം. അത് നിങ്ങളുടെ ബുദ്ധികളെയും ചിന്തകളെയും നിലവുകളെയും അപ്പുറമായി നിങ്ങളെ കാക്കുന്ന ദൈവത്തിൻ്റെ സമാധാനത്തിന് ഉടമകളാണോ നിങ്ങൾ? സ്തോത്രം. കർത്താവ് വന്ന് ഈ ഭൂമിയിൽ സമാധാനപുത്രന്മാരെ കാണാനാണ് വന്നത്. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകിയിട്ട് പോകുന്നു. ഞാൻ നൽകുന്ന സമാധാനം ലോകം പോലെ അല്ലെന്ന്. സ്തോത്ര. ഞാൻ നിങ്ങൾക്ക് സമാധാനം അത് ലോകത്തിന് എടുത്തു കളയാൻ കഴിയത്തില്ല. കർത്താവ് നൽകുന്നത് നമ്മുടെ കർത്താവാണ്, അത് ലോകം എടുക്കത്തുമില്ല. സ്തോത്ര. ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. തൻ്റെ ജനം സമാധാനം അനുഭവിക്കണമെന്ന്, ആ സമാധാനം 3 തലങ്ങൾ വേണം. സ്തോത്രം. ഒന്ന്, ആത്മമണ്ഡലങ്ങളിൽ സമാധാനം വേണം. സ്തോത്രം. ആത്മമണ്ഡലത്തിലെ സമാധാനത്തിന് വേണ്ടിയാണ് കർത്താവ് സ്തോത്രം അവൻ സ്തോത്രം അവൻ ശിക്ഷ അനുഭവിച്ചത്. ഏതൊക്കെ മേഖല? അവൻ ശരീരത്തിൽ ശിക്ഷ അനുഭവിച്ചു, ദേഹിയിൽ ശിക്ഷ അനുഭവിച്ചു, പ്രാണനിൽ ശിക്ഷ അനുഭവിച്ചു, ആത്മാവിൽ താൻ ശിക്ഷിക്കപ്പെട്ടു. സ്തോത്രം. എല്ലാ മണ്ഡലങ്ങളും സ്തോത്രം. അതുകൊണ്ടാണ് താൻ യെശയ്യാപ്രവചനത്തെ 53-ാം അധ്യായത്തിൽ സ്തോത്രം നിങ്ങളുടെ സമാധാനത്തിൻ്റെ ഉള്ള ശിക്ഷ. 53-ാം അധ്യായം ഞാൻ പറയുന്ന വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. സ്തോത്രം. 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 3 മുതൽ വായിച്ചേ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ഞാൻ ഇവിടെ നിന്നോട് പറയാം, അവൻ നിന്ദിക്കപ്പെട്ടത് സ്തോത്രം നീ നിന്ദിക്കപ്പെടുവാനല്ല, നീ വെറുക്കപ്പെടുവാനല്ല, സ്തോത്ര, നീ അപമാനിക്കപ്പെടുവാനല്ല. അവൻ നിന്ദിക്കപ്പെട്ട നിന്ന മൊത്തം അവൻ്റെ മേലായി. സ്തോത്രം.
ലജ്ജ, നിന്നയുടെ കൂടെ എപ്പോഴും ലജ്ജയുണ്ട്, അപമാനമുണ്ട്, സ്തോത്രം, ദുഷ്കീർത്തികളുണ്ട്. പക്ഷേ സ്തോത്രം, എനിക്ക് വേണ്ടി എൻ്റെ പകരക്കാരനായി സ്തോത്രം എൻ്റെ നീതിയെ വഹിച്ച, എൻ്റെ സ്തോത്രം ആമേൻ എൻ്റെ നീതി ഏറ്റെടുത്ത ക്രിസ്തു എൻ്റെ പകരക്കാരനായി മാറിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നിന്ദിക്കപ്പെട്ടു. അടുത്തത് ത്യജിക്കപ്പെട്ടത്, തിരസ്കരിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെട്ടത്, അവഗണിക്കപ്പെട്ടത്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളെ ലോകം അപമാനിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഗുരുവിനെ, കർത്താവിനെ ലോകം അപമാനിച്ചതാണ്, അവഗണിച്ചതാണ്. സ്തോത്രം. പക്ഷെ ഇരിക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കപ്പെട്ടു. ത്യജിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു വാക്കോട് നിങ്ങൾ തീരരുത്. സ്തോത്രം. സ്വന്തം സഹോദരന്മാർ ത്യജിച്ചു കണ്ടു. നസ്രത്തുകാർ ജനിച്ച നസ്രത്ത് പട്ടണത്തുള്ളവർ അവനെ ത്യജിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. എല്ലാവരും അവനെ തള്ളി. സ്തോത്രം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നു, അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ അധികം സ്നേഹിച്ചു. സ്തോത്രം. അവർക്ക് ജീവൻ ദൈവത്തിന്റെ പുത്രൻ അവർ നടുവിൽ വന്നതാ, പക്ഷെ അവർ അറിഞ്ഞില്ല. സ്തോത്രം. അവർ പാർത്ത പട്ടെടുത്തവനെ പുറത്താക്കി. അത് മാത്രമല്ല, അവന്റെ മെമ്പർഷിപ്പുള്ള കർത്താവിന്റെ സഭയിൽ നിന്ന് പോലും സഭക്കാർ പുറത്താക്കി. സ്വന്തം സഹോദരന്മാർ തന്നെ ത്യജിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നസറേത്തുകാരുടെ അവിശ്വാസം മൊത്തം കർത്താവിന് വലിയ വീരപ്രവർത്തികൾ, അത്ഭുതമായ ശുശ്രൂഷകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ചിന്തിച്ചു, യേശു ജനിച്ചതിന് ശേഷമാണ് ഈ ത്യജിക്കപ്പെടുക, തിരസ്കരിക്കപ്പെടുക ഒക്കെ ഉണ്ടാകുന്നത്. യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മ മറിയ, ഞാൻ പറഞ്ഞിട്ടുള്ള ദൂതാണ്. സ്തോത്രം. ഒത്തിരി വർഷങ്ങളുടെ പിന്നിടുമ്പോൾ ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾ പഴകിയതായിട്ട് തോന്നും. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ എടുക്കരുത്. വർഷങ്ങളുടെ ഒത്തിരി നമ്മൾ കണ്ടുപിട്ട് ഒത്തിരി നാളായല്ലോ. സ്തോത്രം. യേശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന അമ്മ, സ്തോത്രം, ഈ പേർ വഴി ചാർത്തുവാൻ അവർ യെരൂശലേമിലേക്ക് അവർ വരികയാണ്. സ്തോത്രം. അവർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ദൈവത്തിന് വചനം പറയുന്നു, ഈ സ്തോത്രം എന്താണ്? സത്രം. സ്തോത്രം. നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകൾ പോലെ എല്ലാ റൂമും സ്തോത്രം ബുക്കിംഗ്. പക്ഷെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ എഴുതിയിരിക്കുന്നു, വഴിയമ്പലത്തിൽ ഇടമില്ലായകയാൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവർക്കെല്ലാം ഇടം ഉണ്ടാക്കി കൊടുത്തത് ഈ കർത്താവ്. സ്തോത്രം. അവൻ മുഖാന്തരം സകലവും, ഒന്ന് പറഞ്ഞേ, അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ സകലത്തിനെയും ആധാരമായിരിക്കുന്നു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞത്. സകലവും അവൻ തന്നെ വാക്കിനാൽ സൃഷ്ടിച്ചു. സ്തോത്രം. അവൻ തന്നെ വചനത്താൽ സകലത്തെ സൃഷ്ടിച്ചു. സ്തോത്രം. സൃഷ്ടിച്ച സൃഷ്ടികർത്താ ഭൂമിയിൽ വന്നപ്പോൾ ഈ ഭൂമിയിൽ അവന് സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ടാണ് 2-3 പേര് യേശുവിന്റെ അടുക്കൽ വന്ന് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വന്ന് കാണാൻ പറഞ്ഞു. പിന്നെ അഡ്രസ്സോ കെയറോഫോ അങ്ങനെ വലിയ സ്തോത്രം കാണിച്ചു തരാൻ, ചൂണ്ടിക്കാണിക്കാൻ അടയാളങ്ങളൊന്നുമില്ല. ഏറ്റവും അവസാനം പറഞ്ഞത് ശരിയായിരുന്നു. സ്തോത്രം. പറഞ്ഞു, ആമേൻ, ആകാശത്തിലെ പറവകൾക്ക് ഈ സ്തോത്രം ആകാശമണ്ഡലമുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കുറുനിരികൾക്ക് കുടിയുണ്ട്, പക്ഷെ മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. അതുകൊണ്ട് പറഞ്ഞപ്പോൾ അതുപോലെ സംഭവിച്ചു. സ്വന്തം തോളിൽ തല ചായ്ച്ച്. സ്തോത്രം. ഈ തല ഇങ്ങോട്ട് ചായ്ക്കാൻ വേണ്ടി ഈ തോൾ മാത്രം ഉണ്ടായിരുന്നല്ലോ. കൂട്ടുകാരില്ലായിരുന്നു, വീട്ടുകാരില്ലായിരുന്നു, അപ്പനമ്മയില്ലായിരുന്നു, സഹോദരങ്ങളില്ലായിരുന്നു, സ്നേഹിച്ച പത്രോസിലായിരുന്നു, മാറത്ത് ചാരിക്കിടന്ന യോഹന്നാനില്ലായിരുന്നു. അവരെല്ലാം നിശ്ചിത അകലങ്ങളൊക്കെ അവരെല്ലാം ഓടിപ്പോയപ്പോൾ സ്വന്തം തോളിൽ തല ചായച്ച് പ്രാണനെ വിട്ട കർത്താവായ യേശു അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരും അവനെ സ്തോത്രം. ദൈവത്തിർവാനം പറയുന്നു, വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ കല്ല് എല്ലാവരും തള്ളി. എല്ലാവരും തള്ളി. വീട്ടുകാർ തള്ളി. സ്തോത്രം. നാട്ടുകാർ തള്ളി, സഭക്കാർ തള്ളി, കുടുംബാംഗങ്ങൾ തള്ളി, ജനിച്ചു വളർന്ന നസ്രത്തുകാർ തള്ളി, പള്ളിക്കാർ തള്ളി. സ്തോത്രം. യൂദ തള്ളി, പത്രോസ് തള്ളി. ഇടത്തും വലത്തും വരം ചോദിച്ചാൽ വരം ചോദിച്ചാൽ മഹത്വത്തിൽ എൻ്റെ 2 മക്കൾ വേണം റെക്കമെൻഡ് ചെയ്തു. സ്തോത്രം. സബദി പുത്രന്മാരുടെ അമ്മ, ഞങ്ങളുടെ 2 മക്കളെ വേണം എവിടെ ഇരുത്താൻ? ഇടത്തും വലത്തും. അവരില്ല. ഇടത്തും വലത്തും അവരില്ല, ആരുമില്ല. ക്രൂശിൽ ചെന്നപ്പോൾ സ്വന്തം പിതാവ് പോലും തള്ളി. സ്തോത്രം. ദൈവമേ, ദൈവമേ, നീ എന്നെ. നമ്മൾ യശയ്യാപ്രവചനം പറഞ്ഞപ്പോൾ നിന്ദിക്കപ്പെട്ട, ത്യജിക്കപ്പെട്ടത് പറയും, ഇതെല്ലാം എനിക്ക് വേണ്ടി കേട്ടോ, എൻ്റെ പകരക്കാരനാണ് കർത്താവ് ചെയ്തത്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഓർക്കണം. സ്തോത്രം. 50 വർഷം 100 വർഷം അബ്രഹാമിനെ കുറിച്ച് കേട്ടോണ്ടിരുന്നാൽ സ്തോത്രം, അബ്രഹാം അവിടെ നിങ്ങൾ അവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചേട്ടാ, എൻ്റെ ഇത്രയും പ്രസംഗം നീ കേട്ടിട്ട് നിനക്കൊരു മാറ്റം, നിന്റെ വിശ്വാസത്തിന്, നിന്റെ പ്രത്യാശയ്ക്ക്, നിന്റെ നീതിക്ക്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം നെടുകയും കുറുകയും നടന്ന
എന്ന് വിശ്വാസം പറഞ്ഞു. എന്തു പറഞ്ഞു? ദൈവം തന്റെ മടിയിൽ കയ്യിൽ കൊണ്ട് കൊടുത്തു. സ്തോത്രം. അബ്രഹാം കൈ ചൂണ്ടിയ ദേശം, കാൽ വെച്ച ദേശം. സ്തോത്രം. പാട്ടുപാടിയ പോരാ, കാൽ വെക്കും ദേശമല്ല കർത്തർക്ക് സ്വന്തമാവുന്ന നിങ്ങൾ. അബ്രഹാം കണ്ട ദൈവം കൊടുക്കാതെ പറഞ്ഞ വാഗ്ദത്ത കനാനിൽ എത്തി. നിങ്ങൾ നിങ്ങളുടെ പ്രോമിസിലേക്ക് എത്തിച്ചേരണം. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിച്ചേരണം. വാഗ്ദത്തം കേട്ടാലിരുന്ന പോലെ, വചനം കേൾവിയിലിരുന്ന പോലെ, കേൾവിയാൽ വന്ന വചനം വിശ്വാസമായി പ്രാപിച്ച അത് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിന് ഒരു പങ്കൽ നിങ്ങൾക്ക് ഉണ്ടാകണം. സ്തോത്രം. ഉണ്ടാകണം. സ്തോത്രം. ഇത്രമാത്രം കാര്യങ്ങളുള്ള കാലത്തിലെല്ലാം അബ്രഹാം ജീവിച്ചത്. സ്തോത്രം. എഴുതപ്പെട്ട പ്രമാണങ്ങളോ നിയമവ്യവസ്ഥകളോ ഒന്നുമില്ലായിരുന്നു അബ്രഹാമിന്റെ കാലത്ത്. സ്തോത്രം. പക്ഷെ ഇന്ന് ദൈവത്തിൽ വചനം പറയുന്നത് വചനം കേൾവിയാലും വരുന്നു, വചനം സ്തോത്രം വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു, വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ സ്തോത്രം ഒരിക്കലും നിങ്ങൾ ഇളകിപ്പോകാതെ സ്തോത്രം നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് ആവശ്യമായ ദൂത് എന്നും ദൈവാത്മ നിങ്ങൾക്ക് നൽകും. അതിന് പാസ്റ്ററിൻ്റെയോ സഭയുടെയോ പ്രോഫിറ്റിൻ്റെ സമ്മതമോ സാഹചര്യമോ സഭയുമാണെന്നില്ല. നിങ്ങൾ ദൈവസ്ഥയിൽ ഇരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ടാണ് ഈ സഭാ ശുശ്രൂഷ നിലയിൽ ഞാൻ ഈ ദൈവമക്കളോടെല്ലാം പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്തോത്രം കരകളെ അടിച്ച് ആത്മനിർഭരത്തോടെ പാടി ആരാധിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം. വെറുതെ വന്ന കാഴ്ചക്കാരായിട്ട് ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്തോത്രം അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ട് പോകരുത്. ആത്മനിർവ് പ്രാപിക്കണം. ആത്മനിർവ് പ്രാപിക്കണം. ആത്മനിർവാണ് നിങ്ങൾ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ ജീവിതം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കൂട്ടായ്മ അന്വേഷിക്കും, ഫെലോഷിപ്പ്. കാരണം ഭൗതിക ലോകമായിട്ട് നിങ്ങളുടെ സാമൂഹിക ജീവിതമായിട്ട് പൊതുലോകമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പിടുത്തം കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ ഭാഷ അവരുടെ ഭാഷ തമ്മിൽ രണ്ടാണ്. ഇരുട്ട് വെളിച്ചം തമ്മിൽ വ്യത്യാസം പോലെ നിങ്ങൾ ഉടനെ ദൈവസ്ഥാനത്ത് അന്വേഷിക്കും. പള്ളി പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ പോകും. അവൾ നിങ്ങളുടെ ഹൃദയം പകരും. സ്തോത്രം. ദൈവസ്ഥ നിങ്ങളുടെ ഹൃദയം പകരും. ചിലപ്പോൾ ദൈവസ്ഥ ഹൃദയം പകരുന്നതിന് ലാംഗ്വേജോ ഗ്രാമറോ അതിൻ്റെ സ്തോത്രം ഘടനയൊന്നും കാണത്തില്ല. ഹന്ന ദൈവസ്ഥ ഹൃദയം പകർന്നു, ദൈവം പകർന്നതെ ഒപ്പിയെടുത്തു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഹന്ന പ്രാർത്ഥിച്ചത് ഇപ്പോൾ പിന്നെ പ്രാർത്ഥിച്ച മകന് വേണ്ടിയൊന്നും അല്ല. അതൊക്കെ അവളെ ദൈവസ്ഥലക്ക് സ്വസ്ഥ പ്രാപിച്ചു കേട്ടോ. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ആലയത്തിന് ശൂന്യത പ്രാർത്ഥിച്ചു. ഏലിയുടെ കണ്ണ് കുരുടായി തീർന്നത് കൊണ്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇവന് വെളിപ്പാടൊന്നും ഇല്ലാതെ ദൈവശബ്ദം കേൾക്കാൻ തിരിച്ചറിയാതിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഏലിയുടെ മക്കള് ഈ പാപത്തിൽ ജീവിക്കുന്നപ്പോൾ അതിന് പ്രാർത്ഥിച്ചു. പെട്ടകം പിടിക്കപ്പെട്ടതുകൊണ്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവമൊത്തം എന്നേ നഷ്ടപ്പെട്ടപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു മറുപടിയായിരുന്നു പിന്നത്തെ അതിൽ കൊടുത്ത ശമൂവേൽ. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവത്തിൽ മുന്നേറുന്ന മാതാപിതാക്കൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നിങ്ങളുടെ മക്കൾ സ്തോത്ര ആമേൻ. നിങ്ങളുടെ മക്കൾ ജനിച്ചതിന് ശേഷമല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അതിന് മുമ്പേ പ്രാർത്ഥിക്കുവാൻ. സ്തോത്ര. നിങ്ങളുടെ മക്കളുടെ ഓരോ തെരഞ്ഞെടുപ്പുകൾ, അവരുടെ ഭാവിയുടെ ഓരോ സ്റ്റെപ്പുകൾ, അവർക്ക് അവർ തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോകരുത്. സ്തോത്രം. തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ എല്ലാം തെറ്റി. പിന്നെ ഏച്ചു വെച്ചാൽ മോശിരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഒന്നും നടക്കത്തില്ല. സ്തോത്രം. സ്തോത്രം. ആരോ കൈയടിക്കുന്നു. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പോൾ തെറ്റിപ്പോൾ ലൈഫ് തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ഭയങ്കര ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിഷയങ്ങളാണ്. അതൊക്കെ ഒത്തിരി നിരന്തരമായ ദൈവസ്ഥല പ്രാർത്ഥനകൾ വേണം. ശരിയാ പറയുമ്പോൾ ശരിയാ, ഞാൻ പറഞ്ഞൊക്കെ വളരെ ശരിയായിരിക്കും. നിരന്തരമായ ദൈവസ്ഥല പ്രാർത്ഥനകൾ വേണം. സ്തോത്രം. ആൺകുട്ടികളെക്കാളും കൂടുതൽ പ്രാർത്ഥന പെൺകുട്ടികൾ മാതാപിതാക്കളായിട്ടുള്ള അപ്പനും അമ്മയ്ക്കും വേണം. അതിനെന്താ കാരണം എന്ന് പിന്നെ എന്നോട് വന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി പ്രാർത്ഥന വേണം. പ്രാർത്ഥന വളരെ ശക്തമായിട്ട് വേണം. കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ സ്തോത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം, അവരുടെ ഭാവി സ്തോത്രം പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒത്തിരി വിഷയങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ പണ്ട് നിങ്ങൾ കാണുന്ന കണ്ണല്ല, പണ്ട് നിങ്ങൾ കണ്ട കൈയല്ല, പണ്ട് കണ്ട വിരലുകളല്ല, പണ്ട് കണ്ട കാതുകളല്ല. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുമ്പോൾ ഉള്ളത്. സ്തോത്രം. എല്ലാം മാറി, സ്ഥിതി മാറി, സാഹചര്യം മാറി, ചുറ്റുപാട് മാറി, അവസ്ഥകൾ മാറി, എല്ലാവിധമായ സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായി. സ്തോത്രം. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. അപ്പനും അമ്മയൊക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രയർ ടൈമിൽ സ്തോത്രം, നിങ്ങളുടെ ക്വയറ്റ് ടൈമിൽ സ്തോത്രം, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ദൈവജനത്തിൽ നിന്നൊരു ഭാഗങ്ങളൊക്കെ എടുത്ത്, ഇപ്പോൾ ഇന്ന് 4 കഥാപാത്രങ്ങളെ കർത്താവദാസൻ കൊണ്ടുവന്ന് കണ്ടോ? 4 സഹോദരിമാരാ, 5 സഹോദരിമാരെ കൊണ്ടുവന്ന് കണ്ടോ? സ്തോത്രം. സ്തോത്രം. ഡിസ്കസ് ചെയ്ത് കണ്ടോ? സ്തോത്രം.
ഇതിനെല്ലാം മഹത്വം പ്രതിഫലമൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം. ശുവയുടെ പൂവയുടെ നമ്മൾ ചുമ്മാ വായിച്ചു വിടത്തുള്ളൂ. ശുവ പൂവ സ്തോത്രം റുവ എന്നൊക്കെ വായിച്ചു വിടത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ സ്തോത്രം ഒരു മോശ വളരാൻ കാരണം, മോശത്തിന് വീണ്ടെടുപ്പ് ഉണ്ടാകാൻ കാരണം സ്തോത്രം ആ രണ്ട് പാവപ്പെട്ട സഹോദരിമാരാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ എഫക്റ്റ് തലമുറയോളം നീണ്ടു നിൽക്കും. സ്തോത്രം. നിങ്ങളുടെ തലമുറ അവസാനിക്കത്തില്ല, അടുത്ത തലമുറയ്ക്ക് കൈമാറും. സ്തോത്രം. ഇന്ന് ഈ തലമുറ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയാം, അതിൻ്റെ മുൻ തലമുറ ആരൊക്കെ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓറാ ഖാന ദൽഖര ജനഗണഗദല അക്ഷര ഹന്തര ജനാദര അർത്ഥര ജനാദല പ്രൗഢല ഹന്തര ജലാദര അർക്കന ദൽഖര വൈഡല ഹന്തര അർമന വൈഡല റീവല ഷൈഡല രേഖര രക്ഷ ഉടയ ദലയ വൈഷാധാര. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ പറയാം, അന്നും ഇന്നും ഇഴയുന്ന പാമ്പ് ഫാമിലി ലൈഫിനെ ഫോക്കസ് ചെയ്യത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ കുടുംബജീവിതം ഇത്ര 25, 35, 45, 55, 65 വർഷം നിങ്ങൾ താങ്ക് ഗോഡ്, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അന്ന് ഏതെങ്കിലും ആദാമിൻ്റെ അടുക്കൽ കഴിഞ്ഞ് വന്നു, പിന്നോട്ടുള്ള സകല ആദാമിൻ്റെ അടുക്കലും വന്നിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടത് ആരുടെയൊക്കെ മധ്യസ്ഥത, ഏതൊക്കെ വേലി സ്തോത്രം പ്രാർത്ഥിച്ച് കെട്ടിപ്പൊക്കി നിൽക്കുന്നുണ്ടോ അതിനകത്തോടെ കയറാഞ്ഞത്. സ്തോത്രം. വേലി പൊളി നടത്തി കയറും. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ കലക്കുവാൻ, ബന്ധങ്ങളെ കലക്കുവാൻ, ഭിന്നതകളെ വരുത്തുവാൻ, അനേകതകളെ വരുത്തുവാൻ, സ്തോത്രം, ചിത്രതകളെ വരുത്തുവാൻ, ആമേൻ സ്തോത്രം, വേർപിരിക്കുവാൻ, ആമേൻ കുടുംബജീവിതങ്ങളെ തല്ലി തകർക്കുവാൻ. അതുകൊണ്ട് ഞാൻ ഈ ദൂത് പറയുമ്പോൾ സ്തോത്രം അബ്രഹാമിന്റെ ഒക്കെ ലൈഫ് നോക്കണം, ലൈഫ് നോക്കണം. സ്തോത്രം. ഞാനവനെ ഏകനായി വിളിച്ചത്, ഞാനവിടെ ഇടയ്ക്ക് ചോദിച്ചത് എവിടുത്തെ പോയി. സ്തോത്രം. നിങ്ങൾക്ക് ആത്മാവിൽ സ്വസ്ഥതയുണ്ടോ? ഈ സ്പിരിച്വൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. അസ്വസ്ഥതയില്ലാത്ത, അസമാധാനമില്ലാത്ത, സ്തോത്രം, യാതൊരു വിഷയത്തിനകത്ത് കോട്ടകളൊക്കെ ഇല്ലാത്ത സ്പിരിച്വൽ ഭയങ്കര റെസ്റ്റാണ്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അറിയാം ഒരാത്മാവിൽ തികഞ്ഞവരായി തീരും, പൂർണ്ണതയുണ്ട്. സ്തോത്രം. അസ്ഥിത അനുഭവങ്ങൾ കാറ്റടിച്ച് അലയുന്ന പോലെ. സ്തോത്രം. അത് പറയുന്നത് അത് ശരി, ഇത് ശരി. സ്തോത്രം. സ്വന്തമായ നിലപാടില്ലാത്ത ഒന്നുമല്ല. സ്തോത്രം. പാറമേൽ അടിസ്ഥാനമായിട്ട് ഉറപ്പിക്കപ്പെട്ട സ്തോത്രം ആത്മീയ അനുഭവങ്ങൾ. പാറമേൽ അടിസ്ഥാനമായിട്ട് ഒരു പെരുവെള്ളത്തിനോ, ഒരു സ്തോത്രം വെള്ളപ്പൊക്കത്തിനോ, ഒരു ജലപ്രളയത്തിനോ, ഒരു പേമാരിക്കോ നശിപ്പിക്കാൻ കഴിയാത്തോളം സ്വസ്ഥതയാണ്. അവൻ ഉറപ്പിക്കപ്പെട്ടത്, പണിയപ്പെട്ടത് പാറയില്ല. സ്തോത്രം. പാറയില്ല. കേട്ടുകേൾവിയുടെ നാട്ടുനടപ്പിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും എന്താ പാറ, എന്താ മണല്? നിങ്ങൾ പറയുന്നതിനോട്ട് ഈ പാറയല്ല കേട്ടോ, ഈ പാറയല്ല. സ്തോത്രം. മണൽ എന്ന് പറഞ്ഞാൽ എന്താ പെട്ടെന്ന് പറയാം, നാട്ടു നടപ്പ്, കേട്ടുകേൾവി, സമ്പ്രദായങ്ങൾ, ഐതിഹ്യങ്ങൾ, സ്തോത്രം, കീഴ്വാക്യങ്ങൾ, ഇന്നലെ ചെയ്തത്, അവർ പറഞ്ഞത്, സ്തോത്രം, അവിടുന്ന് കണ്ടത്, ഇതിനകത്ത് ചെയ്താൽ പൊളിഞ്ഞു. അതാ നിങ്ങളുടെ മണല്. എന്താ മണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ മണല്? സ്തോത്രം. നാട്ടു നടപ്പ്, കേട്ടുകേൾവി, പാരമ്പര്യങ്ങളെ, ഐതിഹ്യങ്ങളെ, കൾച്ചറ്. സ്തോത്രം. അവരങ്ങനെ ആയിരുന്നു, ഇവരിങ്ങനെ ആയിരുന്നു, അപ്പശൻ ഇങ്ങനെയായിരുന്നു, വല്യപ്പൻ ഇങ്ങനെയായിരുന്നു. സ്തോത്രം. നിനക്കൊന്നും ഇല്ലയോ? നീ ഇപ്പൊ വല്യപ്പന്റെ ഐതിഹ്യവും കൾച്ചറും പാരമ്പര്യവും നാട്ടുകടപ്പും ഇന്നലെ കണ്ടതും കേട്ടുകൾ TV കണ്ടതും ഏഷ്യാനെറ്റ് ന്യൂസ് പറഞ്ഞതും മൊബൈൽ ഉരച്ചപ്പോൾ കിട്ടിയതും എല്ലാം നീ ബാക്കിയെല്ലാം പറഞ്ഞു. നിനക്കൊന്നും ഇല്ലയോ? ഇതാ നിന്റെ മണൽ. ഇതിനകത്ത് നീ കെട്ടിപ്പോക്കി നിന്റെ സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ സ്തോത്രം. അവരത് പറഞ്ഞു, ഇവരിങ്ങനെ ചോദിച്ചു, അവർ ചിരിച്ചില്ല, അവർ മിണ്ടിയില്ല, പറഞ്ഞ് നീ പൊളിച്ചു കളയും. പാഷ മിണ്ടിയില്ല, പാഷ കൈ കൊടുത്തില്ല, പാഷ തോളെ തട്ടിയില്ല, അപ്പോഴും മണലില്ല പണിഞ്ഞത്, മൊത്തം തീർന്നു. എടാ, പാറയിൽ അടിസ്ഥാനം വിട്ട് പണിയുന്നവൻ സ്തോത്ര. ഈ സ്തോത്ര, ഈ ഭാഷയ്ക്ക് വേഷയ്ക്ക് നോട്ടത്തിന് ചിന്തയ്ക്ക് ഇതൊന്ന് അവനെ ബാധിക്കുന്ന വിഷയമല്ലത്. സ്തോത്രം. അറ്റ ബുദ്ധിയുള്ളവൻ പാറ കാണുന്നതിനും വരെയും കുഴിച്ചോണ്ടിരിക്കുക. എന്താ ഇത്ര വേഗത്തിൽ പണിയാത്തത്? അങ്ങനെ പണിയാൻ പറ്റത്തില്ല. ഇത് ചൊവ്വാഴ്ച രാത്രിയിൽ ഇത്രയും സ്തോത്രം, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ആരാണ്ട് പിശാച് ഇറങ്ങുന്നത് പറഞ്ഞുകൊണ്ട് 2 പ്രാർത്ഥന വെച്ചേക്കോ. ഒന്ന് ചൊവ്വാഴ്ച രാത്രി പ്രാർത്ഥന, 2 വെള്ളിയാഴ്ച പകൽ. എങ്ങനെ ഏകദേശം ഒത്തിരി പുറത്താകേണ്ട ഒത്തിരി പിശാചുക്കളും എന്തൊക്കെ ഉണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഏതോ ഭൂതങ്ങൾ പ്രേതങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞുകൊണ്ട് അന്ന് 2 പ്രാർത്ഥന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാർ ഇതിൻ്റെ ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് ആണ്. എന്തോ ഫുൾ ടൈം എന്ന് എനിക്കറിയത്തില്ല. പൗലോസ് രാവിലെ വായിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചെന്നാണ് പൗലോസ് എപ്പോഴും പറയുന്നത്. ഞാൻ അധ്വാനിച്ചു, ഞാൻ കൂടുതൽ അധ്വാനിച്ചു, എല്ലാവരെക്കാളും അധ്വാനിച്ചു, ഞാൻ കൈ കൊണ്ട് വേല ചെയ്തു. ഇവരുമായിട്ട് അങ്ങനെ പറയാൻ ഒരു കാരണം കേട്ടോ. അബ്രഹാമിനെ ഞാൻ ഏകനായി വിളിച്ചത്. കർത്താവ് ചോദിക്കുക, ഞാൻ വിളിച്ച സമയത്ത് അവൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന്. ഞാൻ അവനെ വിളിച്ച സമയത്ത് അവൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഇതായി ഇസ്രായേലിനോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പ്രത്യാശ നൽകും, ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോകും, പ്രവാചകന്മാരെ കൊണ്ട് ദൈവം അരുളി ചെയ്യിക്കുക, നിങ്ങളുടെ ഈ സ്ഥിതി മാറും. അതാണ് യശയ്യാപ്രവചനം മൊത്തവും ജനം മടങ്ങി വരുമെന്ന്. അവസ്ഥകളെ മാറ്റം ഉണ്ടാവും. മരുഭൂമി ഉദ്യാനമായി തീരും. നിങ്ങൾ യശയ്യാപ്രവചനം വായിച്ചു നോക്കിയാൽ മതി. മരുഭൂമിയിലെ ദൈവശബ്ദം, മരുഭൂമിയിൽ മഹത്വം ഉണ്ടാവും. ഭയങ്കര മാരി പെയ്യും, പുഷ്പിക്കും, ഭയങ്കര സന്തോഷം വായിക്കാൻ. നമ്മൾ യിരെമ്യാവോ എസ്കേലും വായിക്കുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ വായിച്ചതാ
യെശയ്യാപ്രവചനം മടങ്ങി വരുവിൻ്റെ റിസ്റ്റോറേഷൻ മെസ്സേജാണ്. എപ്പോഴും പ്രൊഫറ്റിക് മെസ്സേജിനകത്ത് എല്ലാ കാര്യമുണ്ട്. ചിലർക്ക് പ്രവാചക ശുശ്രൂഷ ഏൽപ്പിക്കാത്ത കാര്യം അറിയാവും, നശിപ്പിക്കുന്ന ദൂതേ ഉള്ളൂ. ഈ പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് രണ്ടും ഉണ്ട്, പണിയാനും ഉണ്ട്, വാണിങ്ങും ഉണ്ട്, നിർമ്മിക്കാനും. അതുകൊണ്ട് ഇരിമ്യാവിനോട് പറഞ്ഞത്, ഇരിമ്യാവെ പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പാനും. ചിലർക്ക് അതേ ഉള്ളൂ, പണിയാനും കെട്ടിപ്പൊക്കാനും ഇതിനകത്തുണ്ട്. അതുകൂടെ പറഞ്ഞിട്ടേ പോകാവൂ. ഞാനിവിടെ നിന്ന് മൊത്തവും നിങ്ങൾ ശരിയായ അങ്ങനെ പറയരുത്. ഏതെങ്കിലും മേഖല ഞാൻ നിങ്ങളെ വചനം കൊണ്ട് വീണ്ടും ആത്മാവിൽ പണിയണം. ആത്മാവിൻ്റെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്റ്റാണ്. എന്ത് ഭയങ്കര റെസ്റ്റ്! ലോകത്തിൽ ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിർവിചാരികളായിട്ടിരിക്കുന്നു. ഒന്ന് നിങ്ങളെ തോന്നൽ, സങ്കല്പവും, ചിന്തയും, മോഹവും, ആഗ്രഹവും എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ആത്മമനുഷ്യനെ തൊടത്തില്ല. കർത്താവിന് ഭയങ്കര പീസായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അവിടെ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെടാൻ പോവാന്ന്. എനിക്കെന്ത് സംഭവിക്കുന്നല്ല പറഞ്ഞത്. അയ്യോ, കർത്താവിന് മരണമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിയായി അവരെല്ലാം കിടന്ന് നിലവിളിയാ. കർത്താവ് ഇങ്ങനെ പോയി മരിച്ചാൽ ലോകത്തിലൊരാൾ ഉയർത്തെഴുന്നിട്ടില്ല. ഇനി മൂന്നാം നാൾ ഉയർത്തെഴുന്നേക്ക് എനിക്ക് ഈ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കാര്യം അങ്ങനെ, ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങനെ. എല്ലാവരും അവരെ കുറിച്ച് ചിന്തിച്ചു. യൂദയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് വസ്തു മേടിക്കാൻ പോയത്. യൂദയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് എന്തിനു പോയി. കാരണം യേശു മരിക്കുന്നെങ്കിൽ മരിച്ചോട്ട്, ഞാൻ മരിക്കാൻ പോകുന്നില്ലെന്ന് ആര് ചിന്തിക്കുന്നത്? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? യൂദ ചിന്തിക്കുന്നത് യേശു എന്ത് ചെയ്യുന്നുള്ളൂ, മരിക്കുന്നുള്ളൂ. ഞാനെന്ത് ചെയ്യുന്നില്ല, മരിക്കുന്നില്ല. അവൻ അടുത്ത സമയത്ത് എന്തോ ഉണ്ടാവും അവൻ പോലും അറിയുന്നില്ല. ലിസൺ, ഭയങ്കര നിങ്ങളെ നേരത്തെ വചനത്തെ ശരിക്കും പഠിക്കണം കേട്ടോ. സ്തോത്രം. ശക്തമായ വചനത്തെ പഠിക്കണം. യൂദയ്ക്ക് നാളെ എന്ത് സംഭവിക്കും യൂദ തിരിച്ചറിയുന്നില്ല. കയറിൻ്റെ അറ്റത്ത് അവൻ തീരാൻ പോവാ. യൂദ ചിന്തിച്ചെന്തറിയോ, യേശു പോയി മരിക്കുന്നെങ്കിൽ മരിച്ചോട്ട്, യേശുവിനെ കാണിച്ചോട്ട് അവർ കൊല്ലും. എനിക്ക് ഭാവിയും ജീവിതവും കുടുംബവും ഒക്കെ ഉണ്ടല്ലോ, പണവും കയ്യിലുണ്ട്, എന്നാൽ പിന്നെ വസ്തു ആകട്ടെ എന്ന് വിചാരിച്ചു. പോയി എന്ത് മേടിച്ചു? യേശുവിനെ ക്രൂശിച്ച് കൊല്ലുന്നതിന് മുമ്പ് ഇദ്ദേഹം എന്ത് മേടിച്ചു? ഞാനിങ്ങനെ പറയാം, ദയവായി എന്നോട് ക്ഷമിക്കണം. ഏത് വസ്തു യൂദ മേടിച്ചോ ആ വസ്തുവിൽ യൂദ തീർന്നു. കുറ്റം പറയാൻ നിൽക്കുമല്ല കേട്ടോ. യൂദ മേടിച്ച വസ്തുവിൽ യൂദ തീർന്നു. ഈ പാലസ്തീനുള്ള അമ്മമാര്, സഹോദരിമാര് മക്കളോട് പറഞ്ഞു, പിള്ളേരോട് പറഞ്ഞു, എടാ ഇവാനെ, അവൻ്റെ വരുന്നു അറിയാനേ, ഇവിടെ താഴെ അവിടെ ഒരു വസ്തു, ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. നമ്മൾ ആ ഏത് മനുഷ്യൻ മരിച്ചാൽ എന്ത് കാണാൻ പോകില്ലേ, എനിക്കതൊരു സ്തോത്രം, ഒരു വരവോ. ആരും എവിടെയെങ്കിലും മരിച്ചെന്ന് കിട്ടിയാൽ മതി, ഞാൻ അവിടെ എന്ത് ചെയ്യും? ആരും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. വയസ്സിൽ മുറിച്ചങ്ങോട്ട് കൊടുത്തോണ്ടാ സ്തോത്ര. കർത്താവ് പറഞ്ഞു മാംസം തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു മാംസം എങ്ങനെ തിന്നുമെന്ന്. അവിടെ മാംസം തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനെ, ലൈഫിനെ തരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ സ്തോത്രം ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥാനം കിട്ടിയത്. ഡോക്ടർ സുബ്രഹ്മണ്യം, റവറൻ ജോബി വർഗീസ് പൊന്നാട്, ഇതേ റിവാർഡ് അവാർഡ്, അദ്ദേഹത്തിന് പാട്ട്, കീബോർഡ്. കർത്താവ് മരിച്ചില്ലെങ്കിൽ നമുക്ക് വല്ല ഉണ്ടായിരുന്നു? അല്ല, കർത്താവ് വന്ന് ഭൂമി മരിച്ചില്ലെങ്കിൽ ഞാൻ വല്ല കുന്തല എടുത്ത് കളച്ച് വല്ല സ്തോത്രം ലോട്ടറി ടിക്കറ്റ് കിട്ടുമോ നോക്കി സ്തോത്രം വല്ല എവിടെയെങ്കിലും ജീവിച്ചേനെ. കർത്താവ് മരിച്ചോണ്ടൊക്കെ ഒരു ജീവിതം കിട്ടിയത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന് സാരം മനസ്സിലായോ? കർത്താവ് മരിച്ചോണ്ടാണ് നിങ്ങൾക്ക് ലൈഫ് കിട്ടിയെന്ന്. കർത്താവ് ഞാനിവിടെ എൻ്റെ ലൈഫോടെ സൂക്ഷിച്ച് പൊതിഞ്ഞ് മൂടി വെച്ചേക്കുന്നെങ്കിൽ സ്തോത്രം, എങ്ങനെ ഇരുന്നേനെ നിങ്ങളുടെ സ്ഥിതി? അവൻ ത്യജിക്കപ്പെട്ടവനായിരുന്നു, നിന്ദിക്കപ്പെട്ടവനായിരുന്നു, അവൻ തകർക്കപ്പെട്ടവനായിരുന്നു, അവൻ ഉടയ്ക്കപ്പെട്ടവനായിരുന്നു, അവൻ വ്യസനപാത്രമായിരുന്നു, രോഗം ശീലിച്ചവനായിരുന്നു. എൻ്റെ അർത്ഥം നിങ്ങളുടെ രോഗത്തിൻ്റെ സകല വേദനകൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അവൻ രോഗം അങ്ങ് ശീലിച്ചെന്ന്. അത് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ആത്മാവിൽ ഞരങ്ങി സ്തോത്രം ഇങ്ങനെ കർത്താവ് സ്തോത്രം അവന്. ഞാനിവിടെ പറയാം, കർത്താവിന് സ്തോത്രം കരയുന്നവൻ്റെ വേദന കർത്താവിന് അറിയാം. യേശു കണ്ണുനീർ വാർത്തു. അവൻ കരയാഞ്ഞിട്ടല്ല, യേശു കണ്ണുനീർ വാർത്തു. സ്തോത്രം. അവൻ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. മറിയയുടെ വീട്ടിൽ പോയപ്പോൾ അവൻ സ്തോത്രം, അവൻ കണ്ണുനീർ വാർത്തു. സ്തോത്രം. അവൻ ആഹാരം കഴിക്കാനില്ലാതെ മരുഭൂമിയിലായിരിക്കുന്ന ഈ പുരുഷാരത്തെ നോക്കി യേശു തൻ്റെ ജനത്തോട് മനസ്സലിഞ്ഞു. അവൻ രോഗം ശീലിച്ചവനായിരുന്നു, വ്യസനപാത്രമായിരുന്നു. എങ്ങനെ സ്തോത്രം യേശു നിന്ദിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. യേശു നിന്ദിക്കപ്പെട്ടത്, തകർക്കപ്പെട്ടത്, തിരസ്കരിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, ഉപേക്ഷിക്കപ്പെട്ടത്, സ്തോത്രം ഉടയ്ക്കപ്പെട്ടത്, ഇതെല്ലാം ആത്മാവല്ല സംഭവിച്ചത്, യേശുവിൻ്റെ പ്രാണനല്ല സംഭവിച്ചത്. പിന്നെ ഗബതയിൽ തൊട്ടാണ്, ഗതസമനം മുതലാണ് ശരീരത്തിൽ വന്നത്. അതിനുമുമ്പ് യേശു ആത്മാവിൽ ഇങ്ങനെ ഞരങ്ങിക്കൊണ്ട് പോവുക.
തനിക്ക് സംഭവിക്കാനുള്ളതിനെ കുറിച്ച് അറിയാം. പക്ഷേ സ്തോത്രം ശിഷ്യന്മാർക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെടുമെന്ന്, അവൻ്റെതൊന്നും എൻ്റെ പക്കലില്ലെന്ന്, അവൻ ലോകത്തിൻ്റെ പ്രഭുവിനെ ഞാൻ പുറത്താക്കുമെന്ന്, സ്തോത്രം അവൻ വിധിക്കപ്പെടുമെന്ന്. അതിൻ്റെ അർത്ഥം കർത്താവ് പറയുക, സ്തോത്രം ഇവിടുത്തെ നിയമമോ കോടതിയോ മതമോ ഭരണാർത്ഥങ്ങളോ ഈ സത്യത്തെ ക്രൂശിച്ച് കുടിച്ചുകൂടാൻ എത്ര ശ്രമിച്ചാലും സ്തോത്രം ഞാനൊരു 3-ാം ദിവസം പൊട്ടിച്ച് പുറത്തു വരും. എന്നെ മൂടി വെക്കുവാൻ, എന്നെ തടഞ്ഞു നിർത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവിന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു പൊളിഞ്ഞു പോകത്തില്ലെന്ന്. ഞാനിവിടെ പോയിട്ട് നിങ്ങൾ കെട്ടിപ്പൊക്കി ആത്മീയ ജീവിതം 10, 12, 15 വർഷമായപ്പോൾ പൊളിഞ്ഞോ? അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പണിഞ്ഞത് മണലിൻ്റെ പുറത്താണ്. നമ്മൾ മണൽ പറയുമ്പോൾ ഒരുത്തൻ പാറയെ പണിഞ്ഞു, ഒരുത്തൻ മണലിൽ പണിഞ്ഞു, അങ്ങനെയല്ല. സ്തോത്രം പാറയെ പണിഞ്ഞു പറഞ്ഞാൽ ക്രിസ്തു എന്ന് കേട്ട് ക്രിസ്തു എന്ന വെളിപ്പാടിൽ ആത്മാവിൽ പണിയുന്നു. ജഡത്തിലല്ല, മാനുഷ്യ ഭാവത്തിലല്ല, മാനുഷ്യമായ ഇച്ഛകളല്ല, സ്വയത്തിലല്ല, നമ്മുടെ കാര്യപരിപാടിയിലല്ല, ബുദ്ധിയിലല്ല, ആലോചനയിലല്ല, ഒന്നുമല്ല. സ്തോത്രം അതാ ദൈവത്തിൽ നിന്ന് കേട്ട്, ആത്മാവിൽ നിന്ന് കേട്ട്, സ്തോത്രം ആത്മാവദാനം ആത്മാവോട് സംസാരിക്കുന്നു. ഒരു വിഷയം ദൈവത്തിൽ വെച്ച് ചോദിച്ച കർത്താവ്, ഇന്ന് ആത്മാവിൻ്റെ പോരായ്മ പരിഹാരം എങ്ങനെയാണ്? ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ഞാൻ കടന്നു വന്ന ഈ ജീവിത സാഹചര്യത്തിൽ എന്താണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ ഓരോ വിഷയത്തിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിക്കും. എത്ര വിശ്വസിക്കാൻ കഴിയും? നിങ്ങൾ കടന്നു വന്ന ഓരോ ജീവിത സാഹചര്യത്തിൽ കൂടി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. സ്തോത്രം ആത്മാവിൽ സ്വസ്ഥത വേണം. അടുത്തത് സ്വസ്ഥതയാണ് ദേഹീ മണ്ഡലത്തിൽ. അതാണ് രക്തസ്രവക്കാരിയെത്തിയ സ്ത്രീയുടെ രോഗം. ചിലപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്ന ഈ രോഗമായിരിക്കാം. അത് അവളുടെ ശരീരത്തിൽ വെളിപ്പെട്ടു. പക്ഷേ അവൾ അസ്വസ്ഥപ്പെട്ടത് അവളെക്കുറിച്ച് ഒട്ടും പരവശയായി, അങ്ങനെ വാക്കുണ്ട്, എന്താ പരവശയായി. പിന്നെ ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതികഠിനമായ ഈ വേദനയാൽ സ്തോത്രം, കാരണം ശരീരത്തിന് ജീവൻ നിൽക്കുന്ന രക്തത്തിലാണ്. അവിടെ പിശാച് കൈവച്ചു. പിശാച് അവിടെ കൈവച്ചിട്ടുണ്ടോ ഇത് ബാധയാണെന്നൊന്നും സ്തോത്രം ഈ പുഷ്പരിലെ സ്കാനിങ്ങിനകത്ത് തെളിയത്തില്ല. അതിന് അവർ പറയും അങ്ങോട്ട് പോകാൻ പറയും, അവർ പറയും ഇങ്ങോട്ട് പോകാൻ പറയും. കുറച്ചുകൂടെ കൃത്യമായിട്ട് ആ സ്കാനിങ് പിടിക്കാൻ അവർക്ക് പറ്റത്തില്ല. പക്ഷേ അഗ്നിജാലക്കത്തോടെ കണ്ണുള്ളവൻ നോക്കിയപ്പോൾ കയറി വന്നു. അതുകൊണ്ടാണ് സ്തോത്രം അവൾ പെട്ടെന്ന് അറിഞ്ഞു. ഉടനെ രക്തസ്രവം നിന്നു. അടുത്ത കർത്താവിന് അത് വിഷയമല്ല. ഇവൾ പബ്ലിക്കായിട്ട് ഇവളെ കുറിച്ച് പറയുന്ന രോഗത്തെക്കുറിച്ച് കർത്താവിന് വിഷയമല്ല. കർത്താവ് ഡീൽ ചെയ്തത് വേറൊരു വിഷയം. കർത്താവ് ഡീൽ ചെയ്തു. ഉടനെ പറഞ്ഞു ബാധ ഒഴിഞ്ഞ്, ഒരു വാക്ക് പറഞ്ഞു കേട്ടോ, സ്വസ്ഥമായിരിക്കുക. അത് ആത്മാവിലെ സ്വസ്ഥതയല്ല, ദേഹീ മണ്ഡലത്തിലെ നിന്റെ മനസ്സ്, നിന്റെ പ്രാണൻ, നിന്റെ ജീവൻ ഇരിക്കുന്ന മണ്ഡലത്തിലെ സ്വസ്ഥത. പിന്നത്തെ സ്വസ്ഥതയാണ് ആഹാരമുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ ശരീരത്തിൽ. ഓക്കെ, പുറമേ ഉള്ള എക്സ്റ്റേണൽ സ്തോത്രം, ഔട്ട്വേർഡ്ലി അപ്പിയറൻസ്. അവിടെ ഒരു സ്വസ്ഥത നമുക്ക് ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും. അതൊക്കെ വന്നു പോയി നിൽക്കും. ജോലി ഉള്ളപ്പോൾ, ജോലി ശമ്പളം ഉള്ളപ്പോൾ, ലാഭം ഉള്ളപ്പോൾ, എല്ലാം നന്നായിരിക്കുമ്പോൾ, കാര്യങ്ങളൊക്കെ സ്തോത്രം നല്ലോണം പോകുമ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ നന്നായിരിക്കുന്നു പറയും. ഓൾ ഈസ് വെൽ, എല്ലാം നന്നായിരിക്കുന്നു പറയും. സ്തോത്രം. പക്ഷേ ഓൾ ഈസ് വെൽ, എല്ലാം നന്നായിരിക്കുന്നു പറയുവാൻ സ്തോത്രം കർത്താവിനെ അതുപോലെ ആഴത്തിൽ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പഴയ നിയമത്തിൽ എല്ലാം നന്നായിരിക്കുന്നു പറഞ്ഞ ഒരാളെ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ശൂന്യംകാരെത്തി, അറിയാമോ? ശൂന്യംകാരെത്തി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ഒരു ദാസനെയും ഒരു കുതിരയും അതിനെ സ്തോത്രം അകമ്പടി നായകനും എനിക്ക് വേണം, എനിക്ക് പെട്ടെന്ന് പ്രവാചനം എടുക്കാൻ പോകാൻ. സ്വന്തം മോൻ മരിച്ചു കിടക്കുക. ഈ അപ്പനോട് പറഞ്ഞില്ല. അപ്പനോട് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. എനിക്ക് ഉടനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 1 വർഷം 2 യോഗയേ ഉള്ളൂ. സ്തോത്രം, ഈസ്റ്ററും പിന്നെന്തുവാ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും, പിന്നെ വർഷത്തിന് അവസാനം ഒരു ക്രിസ്മസിന് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കിയിട്ട് പോകും. ഈ 3 യോഗ ആർക്കുള്ളൂ. ഉടനെ ഈ സഹോദരിയോട് ഭർത്താവ് പറയുക, ഇന്ന് അമാവാസിയും അല്ല, പൗർണമാവാസിയും അല്ല, പിന്നെ എന്തിനാ പ്രവാചകം അടിക്കാൻ പോകുന്നത്? ഈ സ്ത്രീ ഒന്നും അദ്ദേഹത്തോട് മിണ്ടിയില്ല. ഇനി ഇവനോട് മിണ്ടിയിട്ട് എന്നിട്ട് യാതൊരു കാര്യവും. ഈ പഴയത്തിൽ ഈ സ്തോത്രം നാബാലിനെ പോലെ സ്വഭാവമുള്ളവനാ. സ്തോത്രം ഈ ഭർത്താവ് ഇവനൊന്നും ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവം ചെയ്ത് ഇന്നലത്തെ പദ്ധതികളൊന്നും ഇവൻ തിരിച്ചറിഞ്ഞില്ല. ഇവൻ പറയും, എന്തിനാ പ്രവാചകം അടിക്കാൻ പോകുന്നതെന്ന്, എന്തിനാ പോകുന്നതെന്ന്. ഗേഹസി കയറി വരുന്നു. ഇവിടെ പട്ടണ ശബരിയ പർവ്വതത്തിൽ ചെന്നു. പർവ്വതത്തിൽ ഗേഹസി കയറി വന്നു. സ്തോത്രം. ദൈവം നേരത്തെ പറഞ്ഞു ഗേഹസിയോട് ഒന്നും എന്ത് ചെയ്യേണ്ട. ഗേഹസി ചോദിക്കുക, ഭർത്താവ് സുഖമായിരിക്കുന്നോ, ആ മകൻ സുഖമായിരിക്കുന്നോ, എന്തുകൊണ്ട് വീട്ടിൽ വിശേഷമെന്ന്. ഉടനെ സഹോദരന്മാർ ഓൾ ഈസ് വെൽ, ഇനി ഒന്നും നീ ചോദിക്കരുത്. സ്തോത്രം. നീ ചോദിച്ച 3 ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ്
അവൾ പണിഞ്ഞത് പാറയുടെ പുറത്താ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ പണിഞ്ഞത് പാറയുടെ പുറത്താ. സ്തോത്രം. അവൾ ലോകത്തിന്റെ ശാസ്ത്രത്തിന് പുറത്തല്ല. ആ മരിച്ച കുഞ്ഞിനെ നോക്കിയാൽ ഒരു വിശ്വാസത്തിന്റെ ഒരു പമ്പിക്കും ഉണ്ടാവത്തില്ല, ഒരു വിശ്വാസം പുറത്തു വരത്തില്ല. പക്ഷേ സ്തോത്രം, ഇന്നലകൾ എന്തെങ്കിലും ദൈവനാമത്തോട് ചെയ്തത് പറയാനുണ്ടോ? ഹിസ്കിയാവ് പറഞ്ഞു, കർത്താവേ എൻ്റെ വിശ്വസ്തകൾ ഓർക്കണമേ, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നീതിയോടെ നിനക്ക് വേണ്ടി നിന്ന് ഓർക്കണം. എന്തെങ്കിലും ഓർക്കാനുണ്ടെന്ന് പറയണമെങ്കിൽ പറയണം. ഈ സഹോദരി ഇന്നലകളിൽ ഇതുവഴി കൂടെ പോന്ന പ്രവാചകന് ഒരു മുറി പണിത് കൊടുത്തു. ഒരു മുറി, വീടിനോട് ചേർന്ന ഒരു ചെറിയ ഒരു മുറിയൂടെ പണിത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനെ വീട്ടിനകത്ത് കയറ്റിയില്ല, അതൊരു ദൂതാട്ടോ. വീടിനോട് ചേർന്ന് എന്താണ്, അതുവഴി വാതിലിട്ടോ, അതുവഴി പൊക്കോണോ, ഇതുവഴി കയറി വന്നോളാം. സ്തോത്രം. ഉടനെ ചെന്ന് പറഞ്ഞ്, നീ സ്തോത്രം ചെന്ന് പ്രവാചകനോട് പറഞ്ഞത് ഇങ്ങനെ പല സ്ത്രീകൾ പല കംപ്ലൈൻറ്റുകൾ ഈ എലീശയോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു സ്ത്രീ, എനിക്കറിയത്തില്ല ദൂത് എന്താ പറഞ്ഞത്, ദൂത് മാറുമല്ല, നിങ്ങൾക്കൊരു ആശ്വാസം പറയാം. വേറൊരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, എൻ്റെ ദാസൻ നിന്റെ ഭക്താവായിരുന്നെന്ന്. അതിനർത്ഥം നിങ്ങൾ എന്നോട് കാരണമാണ് ഞങ്ങളുടെ വീട്ടിൽ കടമുണ്ടായെന്ന്. സ്തോത്രം. എൻ്റെ ചിന്ത, ഏലിയാവിനേക്കാളും പ്രവാചക ശിഷ്യന്മാർ ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരുന്നു അറിയാവും? ഏലീശക്കായിരുന്നു. സ്തോത്രം. ഈ പ്രവാചകന്മാരെല്ലോടെ അന്നും ഇന്നും ഇവർ നല്ലോണം കഴിക്കും. പാസ്റ്റർമാർ ആഹാരം കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ശരിക്കും കഴിക്കും. അതുകൊണ്ട് കഴിച്ച് കഴിച്ചപ്പോൾ തീർന്നതായിരിക്കും. ഏറ്റവും ദിവസം വീട്ടിൽ മൊത്തം കടമായി, ഞെരുക്കുമായി, ഭാരമായി. സ്തോത്രം. വന്ന് കംപ്ലൈൻറ്റ് ആരോട് പറയുക? ഏലീശ പറയുക. ഇത് ഏലീശ കേട്ടിട്ട് പേര് ഞാൻ കാരണമാണെന്നോ? ഒന്നും പറയാൻ പോയില്ല, ഒന്നും മിണ്ടാൻ പോയില്ല. കാരണം ഒന്നാമത് സഹോദരി ഭാരതി വേദന നിൽക്കുക. ഏലീശ അവിടെ നിന്നുകൊണ്ട് തിരിച്ചു പിടിച്ചത് ഈ സഹോദരിയല്ല. ഏലീശ അവിടെ നിന്നുകൊണ്ട് തിരിച്ചു പിടിച്ചത് ആ പ്രവാചകൻ എൻ്റെ ആമ്പിള്ളാരെ. കാരണം ആമ്പിള്ളേർക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച് നിൽക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അപ്പനിറങ്ങി, അപ്പം മരിച്ചു. സ്തോത്ര. കടമായി, ബാധ്യതയായി, ഞെരുക്കമായി, അമ്മ വിധവയായി, വീട് ജപ്തിയായി, ഞങ്ങൾ അടിമകളായി. ഇനിയിപ്പം പാട്ട് പാടിയിട്ട് ആരെ നോക്കിയിരിക്കാനാ? എന്തോ പ്രവാചകൻ അവിടെ ഉപദേശവും പറഞ്ഞില്ല, കൽപ്പനയും പറഞ്ഞില്ല, ദൈവസ്നേഹവും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പ്രാക്ടിക്കലായിട്ട് ചിലത് കാണിച്ചു കൊടുത്തു. സ്തോത്രം. നാമേ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. സ്തോത്രം. പ്രവാചകന്മാർക്ക് നിങ്ങളുടെ വിഷയത്തിൽ മറുപടി ഉണ്ട് കേട്ടോ. ദൈവസ്ഥലിൽ ആലോചനയുണ്ട്. സ്തോത്രം. അവൻ തൻ്റെ ദാസന്മാരോട് പറയാതെ ഒരു കാര്യം ചെയ്യത്തില്ല. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ വിഷയമായി ദൈവസ്ഥലിൽ കടന്നു വരണം. ആ സഹോദരി വേറെ എങ്ങും പോയില്ല. സ്തോത്രം. പരാതിയും പരിഭവവും പരിവേദനയും ഒക്കെ പ്രവാചകനോട് പറഞ്ഞു. അത് തെറ്റല്ല, ചെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഒറ്റ കാര്യം പറഞ്ഞത്, അന്നേരം ഒരു ന്യായം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്തെങ്കിലും ന്യായം ദൈവസ്ഥലിൽ വേണം കേട്ടോ. എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരിമാർക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ ഒരു ന്യായം വേണം, ക്ലെയിം വേണം. എൻ്റെ ഭർത്താവ് ആരായിരുന്നു? യഹോവെങ്കിൽ മഹാഭക്തനായിരുന്നു. കടമുണ്ടാകുന്നതും ബുദ്ധിമുട്ടുണ്ടാകുന്നതും ഒരു തെറ്റൊന്നുമല്ല. അതൊക്കെ വീട്ടാനുള്ള മാർഗമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള ദൂത. സ്തോത്രം. ആകെ ഈ സഹോദരിയോട് പ്രവാചകൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്ത് ചോദിച്ചു? നിങ്ങൾ എൻ്റെ കൂടില്ലേ? നിനക്കൂടെ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചു. സ്തോത്രം. എന്തുണ്ട്? അവൾ പറഞ്ഞു, എനിക്ക് ഈ കടം മാറാൻ എൻ്റെ പക്കൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇത്രയും വലിയ കടം മാറാൻ എൻ്റെ പക്കൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇവിടെ വരുമോ? സ്തോത്രം. റേച്ച, ഞാൻ ദൂത് പറയട്ടെ. സ്തോത്രം. യഥാർത്ഥത്തിൽ ഈ പ്രവാചകൻ ഈ ഏലീശയോട് ഈ സഹോദരിയോട് ഏലീശ ഈ വിധവയോട് ചോദിച്ചത്, മകളെ നിന്റെ ജീവിതത്തിൽ ഒഴുകുന്നത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? ഒഴുകുന്നത് ലൈഫിലുണ്ടോ? ഉണ്ടോ? ഒഴുകുന്ന എണ്ണയുണ്ട്. എന്തുകൊണ്ട്? ഉടനെ അവൾ ആ സഹോദരി പറഞ്ഞ്, ഒരല്പം എണ്ണ വീട്ടിലുണ്ടെന്ന്. ഉടനെ പറഞ്ഞ്, ഞാൻ വലിപ്പം കുപ്പിയുടെ വലിപ്പമോ പന്നിയുടെ വില ഉണ്ടോ? എണ്ണയുണ്ടോ? ഒഴുകുന്നതാണോ? എണ്ണയുണ്ടോ? ഉണ്ടോ ചോദിച്ചുകൊണ്ട്. ഒഴുകുന്നതോ? പക്ഷെ എന്നെ ദൈവദാസനെ, അത് ഒരു ചെറിയ ഒരു കുപ്പിക്കകത്താണ്. കുപ്പിയുടെ വലിപ്പം ചോദിച്ചില്ല. ഒഴുകുമോ? ഒഴുകും. ഒഴുകിയ വിടുതല. ഈ സഹോദരിയോട് പോയി പറഞ്ഞു, നീ ആദ്യം ചെന്ന് നിന്റെ വീടിൻ്റെ ചുറ്റുപാടുള്ള അയൽക്കാരോടൊക്കെ എന്ത് ചെയ്യണം? അവിടെ ഒരു ദൂത് എനിക്ക് വന്നു പറയണോ ബീച്ച? സ്തോത്രം. വീടിൻ്റെ അയൽവക്കത്തുള്ളവരോട് പോയി എന്ത് ചെയ്യണം? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടുന്ന് എനിക്ക് എൻ്റെ വീടിൻ്റെ ഇവിടെ ചുറ്റുപാടിന്ന് അയൽവക്കത്തുനിന്ന് പാത്രം മേടിക്കോ, കടമ്പനാട്ടിൽ നിന്ന് കുമ്പനാട്ടിൽ നിന്ന് എന്ത് ചെയ്യരുത്? പാത്രം. അന്നേരം വീടിൻ്റെ അയൽവക്കത്തുള്ളവരോടൊക്കെ നല്ല റിലേഷൻ വേണം എന്ന് മനസ്സിലായി. അവിടെ ചെന്ന് റിലേഷൻ അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് ആര് കൊടുക്കും? ആര് കൊടുക്കും? പ്രസംബർ ആര് കൊടുക്കും? ആര് കൊടുക്കത്തില്ല. കാരണം ഇവള് കേട്ടുകളിയോ നാട്ടുപരിചയോ ഒന്നുമില്ല.
സ്തോത്രം. എന്ത് ചെയ്തു? എൻ്റെ ഒരു വ്യാഖ്യാനം തെറ്റൊന്നുമല്ല, ഞാനത് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ വെറുമ്പോൾ വീട്ടിലൊക്കെ പോയി എന്നിട്ട് ഈ പ്രവാചകൻ പറഞ്ഞ ഒറ്റ ഒരു കാര്യം ഇതേ ഉള്ളൂ: പാത്രങ്ങൾ കുറവായിരിക്കരുത്. നീ പറഞ്ഞ ഈ കടം, ഈ 10,000 20,000 2 ലക്ഷത്തിന് മേലെ കടം, ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ തീരും. പക്ഷെ പാത്രങ്ങൾ കുറയാതെ ഒത്തിരി പാത്രങ്ങൾ, ധാരാളം പാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിന്റെ ഉപജീവനത്തിൻ്റെ ദിവസം കൂടും. വല്ലതും മനസ്സിലായോ? വിശ്വാസം തെളിയിക്കാനുള്ളതാണ്, കാണിക്കാൻ. ദൈവം കാണിക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടുകാരെ, നിങ്ങളുടെ ചുറ്റുപാടുള്ളവരെ ഒക്കെ രക്ഷപ്പെടും. സ്തോത്രം. ഇങ്ങനൊരു അത്ഭുതം ഇതുവരെയും കണ്ടത് അമ്മയും കുഞ്ഞുങ്ങളും മുറിക്കാത്തിരുന്ന, അപ്പൻ്റെ മരണം നടന്ന മുറിക്കാത്തിരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുകയും കരയും ചെയ്യുന്നത് അവർ കണ്ടത്. പക്ഷെ ആ മുറിക്കാത്ത ലോകം കാണാത്തൊരു അത്ഭുതം സംഭവിച്ചു. നിങ്ങളോടാ ഞാൻ ദൂത് സംസാരിച്ചത്. നിങ്ങളുടെ മുറിക്കാത്ത, നിങ്ങളുടെ റൂമിനകത്ത്, സ്തോത്രം, ലോകം കാണാത്ത, ലോകം അറിയാത്ത, ലോകത്തിന് കേട്ടുകേൾവില്ലാത്ത ഒരു അത്ഭുതം നിങ്ങളുടെ റൂമിനകത്ത്. വിശ്വസിക്കാൻ പറ്റുമോ? ഈ അമ്മ പോയി ആമ്പിള്ളാർക്ക് ഇച്ചിരി ഒരു ആമ്പിള്ളാർ എന്തിനും തർക്കുത്തരം ചോദിക്കുകയും അമ്മമാരോട് കയറി ആക്രോശിക്കുകയും ചെയ്യുന്ന പിള്ളേരാണല്ലോ. അപ്പോൾ ഇത്രയും വേദന നിൽക്കുന്നതുകൊണ്ട് പിള്ളേർ ഈ അമ്മമാരോട് അമ്മ ചെന്ന് ഈ പിള്ളേരോട് പറയുക, പ്രവാചകൻ നമ്മുടെ വിഷയം മാറാൻ വേണ്ടി അയൽവക്കത്തൊക്കെ പോയി പാത്രം മേടിക്കണമെന്ന് പറഞ്ഞെന്ന്. ഒന്നാമത് ദേഷിച്ച് കടം കയറി, അമ്മ വിധവ, വീട് ജപ്തി, ഞങ്ങൾ അടിമ, അപ്പം മരിച്ചു, സ്തോത്രം, എല്ലാം നിൽക്കുന്ന പിള്ളേർക്ക് അയൽവക്കത്തൊക്കെ പോയി പാത്രം, ലോകത്ത് കേട്ടുകേൾവിയില്ല, പാത്രം എണ്ണ കടം മേടിക്കുന്നത് കണ്ടിട്ടുണ്ട്, പാത്രം കടം മേടിക്കുന്നത് കണ്ടിട്ടില്ല. മോനെ, പ്രവാചകന്റെ കാര്യം പറഞ്ഞു, പാശപ്പച്ചൊരു കാര്യം പറഞ്ഞു, ഒത്തിരി പാത്രങ്ങൾ വേണം, പാത്രങ്ങൾ കുറവായിരിക്കരുത് പറഞ്ഞത്. അവസാനം ഈ അമ്മയും 2 പിള്ളേരോടെ കമ്മിറ്റി പോയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. പ്രവാചകനൊക്കെ പറഞ്ഞതാ, നമുക്കത് അറിയത്തില്ല, ആദ്യം ഈ എണ്ണ എടുത്ത് നമ്മുടെ വീട്ടിൽ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ നിറയുമെന്ന് നോക്കാം, എന്നിട്ട് മതി എന്ത് ചെയ്യാം. ആദ്യം നമ്മുടെ വീട്ടിൽ ഒത്തിരി ഒഴിഞ്ഞ പാത്രം ഉണ്ടല്ലോ, അതെല്ലാം അവിടെ നിറച്ചിട്ട് പിന്നെയും അന്നേരം വേണമെങ്കിൽ ബാക്കിയുള്ള വീട്ടിൽ നിന്നൊക്കെ പോയി എന്ത് ചെയ്യാം. അങ്ങനെയാണോ പറഞ്ഞത്? ആദ്യം വിശ്വാസം ഒന്ന് പുറത്ത് കാണിക്കണം കേട്ടോ, വാങ്ങോട്ട് പറയണം, നെടുകയും കുറേ നടക്കണം. സ്തോത്രം. കാണണം, വിശ്വാസത്തിൽ കാണണം, ആത്മാവിൽ കാണണം. സ്തോത്രം. കയ്യത്ത് ദൂരത്തിനപ്പുറത്ത് കാണണം. സ്തോത്രം. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് കാണണം. കാഴ്ചയാലല്ല, അതിനപ്പുറത്ത് കാണണം. ഈ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് ചില ദൈവപ്രവൃത്തി കാണണം. തലമുറയുടെ വിടുതൽ കാണണം. കുഞ്ഞിന്റെ ഭാവി കാണണം. കർത്താവ് നിങ്ങൾക്ക് നാളുകളിൽ വെളിപ്പുള്ള വാഗ്ദത്ത നന്മ കാണണം. തലമോക്കി കാണണം. സ്തോത്രം. ഇന്ന് പറയുന്ന ദൂത് ഞാൻ നിങ്ങൾ കൈമാറട്ടെ, ചില ദൈവിക വിടുതലുകൾ, അത്ഭുതങ്ങൾ കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. വീട്ടിൽ നിന്ന് വെളിയിലെങ്കിലും പോയി പാത്രം കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള പാത്രത്തിൽ ഒഴിച്ചു നോക്കിയില്ല, ഈ പാത്രം മൊത്തം വീട്ടിൽ കൊണ്ട് നിറച്ചു, വീട്ടിൽ മൊത്തം കൊണ്ട് നിറച്ചു. 20 പാത്രം ഉണ്ടെങ്കിൽ 20 പാത്രത്തിൽ എണ്ണ, 200 പാത്രം ഉണ്ടെങ്കിൽ 200 പാത്രത്തിൽ വെണ്ണ, 2000 പാത്രം ഉണ്ട് 2000 പാത്രത്തിൽ വെണ്ണ. അവരെത്ര മേടിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ട് എലീശ പ്രവാചകന്മാർക്ക് ഇന്നലെ അറിയാം, ഇന്നറിയാം, നാളെ അറിയാം. പ്രവാചകൻ കടത്തെക്കുറിച്ച് ചോദിച്ചില്ല. ആ കടത്തിന്റെ വലിപ്പം കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഇതിനെ പൊട്ടിക്കാനുള്ള വെളിപ്പാട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഈ ബാധ്യത അഴിക്കാനുള്ള വെളിപ്പാട് തരാം. എന്താ വെളിപ്പാട്? 10 മോളെ, എൻ്റെ കുഞ്ഞെ, 10 20 പാത്രത്തിൽ എണ്ണ മതി നിങ്ങളുടെ കടം മൊത്തം തീരാൻ. സ്തോത്രം, സ്തോത്രം. പക്ഷെ അത് 200 പാത്രമാണെങ്കിലോ, 200 പാത്രത്തിൽ എണ്ണ 2000 ആണെങ്കിലോ, അപ്പച്ചനില്ലാത്ത വീടാണല്ലോ. നിങ്ങൾ ഏറിയ നാൾ, ഈ ഏറിയ നാൾ വലിച്ചു നീട്ടിയ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ മധ്യപ്രദേശിൽ പോയപ്പോഴാണ് ഒരു വെളിപ്പാട് കടത്താൻ വന്നത്. പിന്നെ അങ്ങോട്ട് ക്ഷാമകാലം വരാൻ പോവാ. സ്തോത്രം. കഴുതയുടെ പച്ചത്താടിയിൽ കണ്ടോ, ഭയങ്കര മഹാക്ഷാമം വരാൻ പോവാ. ഈ സ്ത്രീ അന്ന് വരെ നിൽക്കാൻ വേണ്ടിയാ ഇന്ന് ഈ സ്തോത്രം. രാമൻ പറഞ്ഞേ, നിങ്ങളുടെ കേടും കെടുതികളും മാറും കേട്ടോ, നിങ്ങളുടെ പോരും പോരാട്ടങ്ങളും മാറും, നിങ്ങളുടെ തിന്മയും ദോഷവും മാറും, നിങ്ങളുടെ ശാപവും നഷ്ടങ്ങളും മാറും. സ്തോത്രം. ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കരുത് ദൈവം അറിയാതിരിക്കുന്നെന്ന്. ദൈവം സകലവും അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ഏറ്റവും അവസാനം പിള്ളേർ 2 ആമ്പിള്ളേരല്ലേ, ആമ്പിള്ളേരോട് വെണ്ണ ഒരു പാത്രത്തിൽ നിന്ന് കഥയല്ല കേട്ടോ, ഇങ്ങനെ പകരാൻ തുടങ്ങി. പകർന്ന് സ്തോത്രം. കുറച്ച് സമയം, മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മച്ചി എണ്ണ തീർന്നു, അത് ഇനിയും പാത്രം ഉണ്ടെങ്കിൽ. നിങ്ങൾ ഇനി അവിടെ ചെന്ന് വായിക്കല്ലേ,
ഞാൻ മാത്രം പറയുന്ന വീണ്ടും പക്ഷേ ദൈവം ക്ഷമിക്കണം. ഈ രണ്ട് ആമ്പിള്ളേരില്ലേ, ഇവർ രണ്ടോടെ എണ്ണപ്പാത്രം എണ്ണ വെക്കാൻ വെളിയിലോട്ട് ഇറങ്ങി. കാരണം അമ്മച്ചിയുടെ കടം തീരണമല്ലോ. കടം തീർന്നപ്പോൾ ഇവരെ പിടിക്കാൻ ഇവരുടെ അവകാശമായിട്ടുള്ള അടിമകളാക്കാനുള്ള യജമാനന്മാർ ഈ ആമ്പിള്ളേരോട് ചോദിച്ചു എവിടെ നിന്നാണ് എണ്ണ മോട്ടിച്ചതെന്ന്. ഒരു ചേട്ടൻ തോസൂട്ടി ജോർജ് കുട്ടിയുടെ പാത്രം തറയിലോട്ട് വെച്ചിട്ട് ആ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് അവന്മാർ രണ്ടോടെ ഒരു പരസ്യവും. സ്തോത്രം. നിങ്ങൾ പറഞ്ഞ എല്ലാം ശരിയാ. അമ്മച്ചി വിധവയാ, അപ്പച്ചൻ മരിച്ചുപോയി, ഞങ്ങൾ അടിമകളാ, വീട് ജപ്തിയാ, ഭയങ്കര കടബാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അറിയാത്തൊരു കാര്യം ഇന്നലെ വീട്ടിൽ സംഭവിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് ഈ ഞങ്ങൾ ആരുടെ എണ്ണ ഒട്ടിച്ചതോ ആരുടെയും പിടിച്ചു പറിച്ചൊന്നുമല്ല, ഞങ്ങൾ എണ്ണ വെക്കാൻ ഇറങ്ങിയത്, നിങ്ങളുടെ പൈസ തരാം, ഞങ്ങൾ വീട്ടിൽ ഇഷ്ടംപോലെ സമൃദ്ധിയുണ്ട്, പൈസ തരാമെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, നീ പറഞ്ഞൊന്നും മനസ്സിലാകുന്നത്, നിങ്ങൾ അറിഞ്ഞ കാര്യം അപ്പച്ചൻ മരിച്ചതല്ലയോ? അപ്പച്ചനെ മരിച്ചിട്ടുള്ളൂ, അപ്പച്ചൻ സേവിച്ച ദൈവം മരിച്ചിട്ടില്ല. നമുക്ക് എഴുന്നേൽക്കാം. ദൈവം എഴുന്നേറ്റാട്ടെ. സ്തോത്രം. ഒന്ന് എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവം ജീവിക്കുന്നു, ഒരു കർത്താവ് ജീവിക്കുന്നു, ഒരു രക്ഷകൻ ജീവിക്കുന്നു, ഒരു അത്യുന്നതൻ ജീവിക്കുന്നു, ഒരു പിതാവ് ജീവിക്കുന്നു, മറുപടമാവൻ ജീവിക്കുന്നു, അത്യുന്നതനായവൻ ജീവിക്കുന്നു, സർവശക്തനായവൻ ജീവിക്കുന്നു, എൽ ശദ്ദായ് ജീവിക്കുന്നു, അഡോണായി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ അബ്രഹാമിനെ ഏകനായി എന്തെന്ന് പറഞ്ഞേ. അബ്രഹാമിന്റെ പേരിന്റെ സ്ഥലത്ത് നിങ്ങളുടെ പേരിടണേ. അതൊക്കെ പറയാനാ മതി. നിങ്ങളുടെ പേരിടണം കേട്ടോ. ഞാൻ നിങ്ങളെ വന്നപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരിവരൊക്കെ കാണുമായിരിക്കാം, പക്ഷെ വിളിച്ചത് ഒറ്റയ്ക്കാ. അടുത്ത് സാറയെ കുറിച്ച് പറഞ്ഞു, സാറയെ നോക്കാൻ പറഞ്ഞു. ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നെന്ന്. സ്തോത്രം. ഇവിടെ ചില എന്തെല്ലാം പ്രശ്നമാണ്. വന്ധ്യത, സ്തോത്രം, മക്കളില്ല, സ്തോത്രം. ഇറങ്ങി തിരിച്ചപ്പോഴേ തുടക്കം നോക്കാൻ പറഞ്ഞു. പിന്നത്തെ ആ ഗർഭപാത്രം നീ കണ്ടോന്ന് ചോദിച്ചു. എനിക്കിന്നൊരു ദൂതുണ്ടായിരുന്നു കേട്ടോ. അബ്രഹാമേ, അബ്രഹാം പറഞ്ഞു, വെട്ടിയെടുത്ത പാറ ഞാൻ അടുത്ത ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച തൊടാം. നിന്നെ ഞാനൊരു പാറ പോലെ, സ്തോത്രം, വെട്ടിയെടുത്ത പാറ. സ്തോത്രം. നിന്റെ ഭാര്യ ആ ഗർഭപാത്രം ഒന്ന് നോക്കി. സ്തോത്രം. വല്ല ഉണ്ടോ? സ്തോത്രം. പിന്നത്തേതിൽ അടി കുഴിച്ചെടുത്ത കനിഗർഭം പോലെ. നിങ്ങൾക്കറിയാമല്ലോ ഈ സ്തോത്രം കോൾ മൈൻസ് തലമുറയാലും തോണ്ടിയാലും ചെയ്യത്തില്ല, തീരത്തില്ല. ജനിച്ചോ? ഇസ്ഹാക്ക് ജനിച്ചു, യാക്കോബ് ജനിച്ചു, ജോസഫ് ജനിച്ചു, മനശ്ശെ ജനിച്ചു, മോശ ജനിച്ചു, ലേവി പിന്നെ നോക്കണേ. സ്തോത്രം. സന്തതി ഒരു സ്ത്രീ ഇങ്ങോട്ട് വിളിച്ചിറക്കി. സ്തോത്രം. ഏറ്റവും സ്ഥലം അബ്രഹാമിനോട് ഈ തലമുറ പറയുക, തിരിഞ്ഞു നോക്കാന്. സ്തോത്രം. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാന്. നിങ്ങൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന്. സ്തോത്രം. ഒരു ഗർഭപാത്രം കാണിച്ചു തരാമെന്ന്. അതിനകത്തുനിന്ന് സ്തോത്രം, ആ നിർജീവത്വത്തിനകത്തുനിന്ന്, ആ കേടുപാടുകൾക്കകത്തുനിന്ന്, സ്തോത്രം, വന്ധ്യതയ്ക്കകത്തുനിന്ന്, ആ ശൂന്യതയ്ക്കകത്തുനിന്ന് ഞാൻ ഒരു തലമുറയല്ല സൃഷ്ടിച്ചത്, രണ്ട് തലമുറയല്ല സൃഷ്ടിച്ചത്. ഞാൻ അതിനകത്തുനിന്ന് ബഹുജാതികളെ സൃഷ്ടിച്ചു. ഈ ലോകത്തെ മൊത്തം സ്തോത്രം. 3 വെളിപ്പാടുകൾ അബ്രഹാമിനെ മാറ്റിയത്. ഒന്നാമത്തെ വെളിപ്പാട്, സ്തോത്രം, മൽക്കീസേദെക്ക് വന്ന് നിൽക്കുമ്പോൾ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും നാഥന അത്യുന്നതനാം എൽ എലിയോൻ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വചനത്തിന് വ്യാഖ്യാനം തേടിയിരുന്നത് എൽ എലിയോൻ ആദ്യം കൊടുത്തു, എൽ എലിയോൻ കൊടുത്തു. 17-ാം അധ്യായത്തിൽ എൽ ശദ്ദായ് കൊടുത്തു. 22-ാം അധ്യായത്തിൽ വാഗ്ദത്തം പുതുക്കിയപ്പോൾ, ബഹുജാതിയുടെ പിതാവാക്കിയപ്പോൾ യഹോവ ജായിരെ കൊടുത്തു. ഒരു ഭക്തനെ ഇങ്ങോട്ട് വിളിച്ച്, എടാ ഇതാണ് ഞാൻ ദൈവം എന്ന് പറഞ്ഞു. സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞ 3 കാര്യങ്ങൾ പിന്നത്തേതിൽ മോശ വന്ന് ചോദിച്ചപ്പോൾ പേര് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഈ 3 കാര്യങ്ങൾ എൽ എലിയോനും പറഞ്ഞില്ല, എൽ ശദ്ദായും പറഞ്ഞില്ല, യഹോവ ജായിരെയും പറഞ്ഞില്ല. ഉടനെ പറഞ്ഞു, എനിക്കൊരു പേരിന്റെ ഒരു മുറിയെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ അബ്രഹാമിന് എങ്ങനെയായിരുന്നു അത് നിനക്കായിരിക്കും. ഇസ്ഹാക്കിന് അന്ന് എങ്ങനെയായിരുന്നു അത് ഞാൻ നിനക്കായിരിക്കും. യാക്കോബിന് എങ്ങനെയായിരുന്നു അത് ഞാൻ നിനക്കായിരിക്കും. ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമാണ്. ഒരുമിച്ച് പാടി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ.